വൈകിട്ട് വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ കയ്യിലൊരു ബേക്കറി ആയിട്ടാണ് വന്നത്. ബർബൺ, ചോക്കോ റോൾസ്, ഹൈഡൻസിക്കിന്റെ 3-4 വെറൈറ്റി ഐറ്റംസ്, പിന്നെ കുറച്ച് അല്ലറ ചില്ലറ ബിസ്ക്കറ്റും ബെഡിലോട്ട് തട്ടി ഒരു സൈഡിൽ നിന്ന് കഴിച്ചു തുടങ്ങി. കൂടെ സിനിമയും കണ്ടു. സിനിമ തീർന്നുള്ള ബിസ്ക്കറ്റ് തിന്നു. അപ്പൊ പരിപ്പോടെ എടുത്തു. എണ്ണം നോക്കി അതും കഴിച്ചു. പരിപ്പോട് ചേർന്നായിരുന്നു അത് ഒത്തിരി ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ പഴംപൊരി ഉണ്ടാക്കാൻ വെച്ച പഴത്തിൽ നിന്ന് കുറച്ച് കഴിച്ചു. പിന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി, പൊടി, സാമ്പാർ, ചട്നിയും കൂട്ടി കഴിച്ചു. ഇത് പൊടി ഇഡ്ഡലി സെറ്റപ്പ് ആയിരുന്നു. അടിപൊളിയായിരുന്നു. പാത്രം കലയായി, ഇലയും കലയിലും ഒക്കെ കലയായി. പിന്നെ ഉണ്ടാക്കി വെച്ച പഴംപൊരിയും ബീഫും കൂട്ടി കഴിച്ചു. നല്ല സൂപ്പർ പഴംപൊരി, നല്ല ബീഫും ആയിരുന്നു. കുറേശ്ശെ കഴിച്ചു തീർക്കാന്ന് വിചാരിച്ചിട്ടാണ് ഓരോന്നോരോന്ന് കഴിക്കാൻ തുടങ്ങിയത്. അതൊക്കെ തീർന്നപ്പോൾ ഒരു മാംഗോ ജ്യൂസ് ഒന്ന് കുടിച്ച് പുറത്തേക്ക് പോകാന്ന് വിചാരിച്ചു. പുറത്തേക്ക് പോയപ്പോൾ മാംഗോയുടെ ഐസ്ക്രീം കണ്ടപ്പോൾ മാംഗോയുടെ ഐസ്ക്രീം മേടിച്ചു. മാക്ഡോണൽസിലെ ഐസ്ക്രീം ആണ്, കിടിലൻ ക്വാണ്ടിറ്റി ആണ്, നല്ല ടേസ്റ്റ് ആണ്, സൂപ്പർ ആണ്. അതും കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് പോന്നപ്പോൾ എന്തെങ്കിലും ഇത്തിരി കഴിച്ചിട്ട് കിടക്കാന്ന് വിചാരിച്ചു. നല്ല മാമ്പഴപ്പുളിശ്ശേരി ഉണ്ട്. കണവത്തോരൻ ഇത്തിരി എടുത്തു, പിന്നെ ചോറെടുത്തു, പിന്നെ ഇത്തിരി മാമ്പഴപ്പുളിശ്ശേരി എടുത്തു. എന്തൊക്കെയാ കഴിച്ചിട്ട് ഒന്നും കഴിക്കാൻ വിശപ്പില്ല. എന്നാലും മാമ്പഴപ്പുളിശ്ശേരി കണ്ടപ്പോൾ ഇത്തിരി എന്തെങ്കിലും കഴിക്കാണ്ട് പോകാനും തോന്നിയില്ല. ചോറും മാമ്പഴപ്പുളിശ്ശേരിയും കണവത്തോരനും പിന്നെ എന്തോ ഒരു കറിയും കൂട്ടി അങ്ങ് കഴിച്ചു. അത് കഴിച്ചപ്പോൾ സന്തോഷമായി. പിന്നെ ഫ്രിഡ്ജ് തുറന്നപ്പോൾ കണ്ട മാംഗോ ജ്യൂസ് അതും കുടിക്കാന്ന് വിചാരിച്ചു. ഇതും കഴിച്ചിട്ട് ഇതും കുടിച്ചിട്ട് കിടന്നുറങ്ങാന്ന് വിചാരിച്ചിട്ടാണ് നേരെ തിരിഞ്ഞത്. അപ്പോൾ ദേ ബർബന്റെ ബിസ്ക്കറ്റ് കണ്ടു. പിന്നെ അതും കൂടെ കഴിച്ചിട്ട് ഞാൻ അങ്ങ് കിടന്നുറങ്ങി.